2019 നാശം വിതച്ചുകൊണ്ട് മറ്റൊരു മഹാപ്രളയം കൂടെ കേരളത്തെ വിഴുങ്ങിയിരിക്കുകയാണ്. പ്രളയജലത്തിൽ മുങ്ങിപ്പോയ വാഹനങ്ങളുടെ ഉടമകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ്. നിങ്ങളുടെ വാഹനം വെള്ളക്കെട്ടിലകപ്പെട്ട് നിന്നുപോയാൽ വാഹനം വീണ്ടും സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കരുത്. എഞ്ചിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും സ്റ്റാർട്ടാക്കിയാൽ പിന്നീട് വരുന്ന കേടുപാടുകൾക്ക് സാധാരണ ഇൻഷുറൻസ് പോളിസികൾ പരിരക്ഷ നൽകുന്നില്ല. വാഹനം നിന്നുപോയ സ്ഥലത്ത് വെച്ച് ഫോട്ടോ എടുത്ത ശേഷം റിക്കവറി വാൻ ഉപയോഗിച്ച് അംഗീകൃത സർവീസ് സെൻ്ററുകളിലോ അടുത്തുള്ള മറ്റു വർക്ക്ഷോപ്പുകളിലോ എത്തിക്കുക. വാഹനം നിർത്തിയിട്ട സ്ഥലത്ത് വെച്ച് പ്രളയജലത്തിൽ അകപ്പെട്ടാൽ ആ അവസ്ഥയിൽ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് വാഹനം കഴുകി വൃത്തിയാക്കുന്നതിന് മുമ്പെങ്കിലും ഫോട്ടോ എടുക്കുകയും സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുകയും ചെയ്യുക. യാതൊരു കാരണവശാലും ആ അവസ്ഥയിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യരുത്. വർക്ക്ഷോപ്പിൽ വെച്ച് താങ്കളുടെ വാഹനം IRDA ലൈസൻസ് ഉള്ള ഇൻഡിപെൻഡൻറ്റ് സർവേയർ പരിശോധിച്ച് നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. കഴിഞ്ഞ പ്രളയകാലത്ത് ചില സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ തങ്ങളുടെ യോഗ്യതയില്ലാത്ത സ്റ്റാഫുകളെ വെച്ച് പരിശോധിച്ച് വാഹനങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം വെട്ടിക്കുറച്ചതായി വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. വാഹനം പോലെ തന്നെ മറ്റു വസ്തുവകൾക്കും സംഭവിച്ച നഷ്ടങ്ങൾക്ക് ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുകയും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രതീക്ഷിക്കാതെ വന്ന ഈ പ്രളയത്തിൽ വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർ ഒട്ടേറെയാണ്. ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളവർക്ക് ഇൻഷുറൻസിൽപ്പെടുത്തി വാഹനം നന്നാക്കാം. എന്നാൽ പഴക്കം ചെന്നതിനാൽ കുറഞ്ഞ ഇൻഷുറൻസ് മൂല്യം അഥവാ IDV ഉള്ള വാഹനം ഉടമസ്ഥനും തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രം ഉള്ള വാഹന ഉടമസ്ഥരും പോളിസി മുടങ്ങിപ്പോയവരും മറ്റും ഈ പ്രതിസന്ധി കണ്ടത്തിൽ തികച്ചും പകച്ചു നിൽക്കുന്നു. വാഹനം സാമ്പത്തിക അച്ചടക്കത്തോടെ എങ്ങനെ പൂർവ്വസ്ഥിതിയിലാക്കാം എന്ന് പരിശോധിക്കുകയാണ് ഇവിടെ. ആദ്യമായി സ്വന്തം വാഹനത്തെക്കുറിച്ച് സമഗ്രമായ ഒരു മനസ്സിലാക്കൽ ആവശ്യമാണ്. എത്ര സെൻസറുകൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തങ്ങളുടെ വാഹനത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഓർക്കുക, ഇവയുടെ എണ്ണം കൂടുന്തോറുമാണ് റിപ്പയറിംഗ് ചെലവും കൂടുന്നത്. അനുഭവജ്ഞാനമുള്ള വേണ്ടത്ര സജ്ജീകരണങ്ങളുള്ള ഒരു വർക്ക്ഷോപ്പ് കണ്ടെത്തുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. അതിനോടൊപ്പം തങ്ങളുടെ വാഹനത്തിൻ്റെ ഒറിജിനൽ സ്പെയർ പാർട്സ് ലഭിക്കുന്ന അംഗീകൃത ഡീലർമാരെയും അന്വേഷിച്ച് കണ്ടെത്തണം. ഒറിജിനൽ സ്പെയർ പാർട്സ് ലഭ്യമായ വിവിധ കടകളുടെ ഫോൺ നമ്പറൊക്കെ ശേഖരിച്ചു വെക്കുക. വാഹന നിർമ്മാതാവിൻ്റെ പാർട്സ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർ അഥവാ OEMൻ്റെയോ മറ്റ് നിലവാരമുള്ള ബ്രാൻഡുകളുടെ സ്പെയർ പാർട്സ് ലഭിക്കുന്ന സ്ഥലവും മനസ്സിലാക്കുക. ഓർക്കുക, വർക്ക്ഷോപ്പിൽ വാഹനം അഴിച്ച് സർവീസ് തുടങ്ങുമ്പോൾ തന്നെ പാർട്സ് ലഭ്യമാക്കേണ്ട കടമ സ്വയം ഏറ്റെടുത്താൽ സാമ്പത്തിക ലാഭം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള പാർട്സുകളും വാഹനത്തിന് ഉറപ്പിക്കാവുന്നതാണ്. എൻജിൻ ഓയിൽ, ഓയിൽ ഫിൽട്ടർ, ഡീസൽ ഫിൽട്ടർ, ബ്രേക്ക് ഫ്ലൂയിഡ്, ട്രാൻസ്മിഷൻ ഓയിൽ, എയർ ഫിൽട്ടർ, പ്ലഗുകൾ, വയറിംഗ് കിറ്റ്, സ്വിച്ചുകൾ, ഫ്യൂസുകൾ എന്നിങ്ങനെ മാറ്റേണ്ട എല്ലാവിധ പാർട്സുകളും സ്വയം വാങ്ങുക. കിട്ടാവുന്ന ഡിസ്കൗണ്ടും മറ്റും ഈ ഘട്ടത്തിൽ നേടിയെടുക്കാവുന്നതാണ്. കേടായ ചില സെൻസറുകളും ഇലക്ട്രോണിക് ഘടകങ്ങളും മറ്റും ഇല്ലാതെ തന്നെ വാഹനം ഓടിക്കാവുന്നതാണ്. പക്ഷേ വാഹനത്തിൻ്റെ ചില പ്രത്യേക ഫീച്ചറുകൾ നമുക്ക് നഷ്ടമായേക്കാം. അത് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത്തരം സെൻസറുകളെ ഈ ഘട്ടത്തിൽ ഒഴിവാക്കാം. അതേസമയം വാഹനത്തിൻ്റെ ചില സെൻസറുകൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അവ ലഭിക്കാത്ത പക്ഷം വാഹനം പൊളിക്കുന്ന സ്ഥലങ്ങളിലും മറ്റും അന്വേഷണം നടത്തി അവ സംഘടിപ്പിക്കാവുന്നതാണ്. ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായത്തോടുകൂടി സ്പെയർ പാർട്സ് സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. വാഹനത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ അംഗീകൃത ഡീലർമാരിൽ നിന്നും കൊറിയർ വഴിയും സ്പെയർ പാർട്സ് സംഘടിപ്പിക്കാം. ഓർക്കുക, സ്പെയർ പാർട്സ് കൃത്യമായ സമയത്ത് ലഭ്യമാക്കിയാൽ റിപ്പയറിംഗ് ചെലവ് ഭയങ്കരമായി കുറയ്ക്കാൻ സാധിക്കും. സീറ്റുകളും കുഷനുകളും മറ്റും ഈ ഘട്ടത്തിൽ മാറ്റാതെ നന്നായി ഉണക്കിയെടുക്കുക. വാഹനത്തിൻ്റെ വിവിധ ആക്സസറീസിന് വന്നിരിക്കുന്ന കോട്ടം തൽക്കാലം ഗൗനിക്കാതിരിക്കുക. പിന്നീടുള്ള സമയങ്ങളിൽ അതെല്ലാം നമുക്ക് ശരിയാക്കിയെടുക്കുകയോ മാറ്റി പുതിയ വാങ്ങുകയോ ചെയ്യാവുന്നതാണ്. മിററുകൾ, മീറ്ററുകൾ, റേഡിയേറ്റർ, AC, ഹോൺ, ബാറ്ററി മുതലായ വിവിധ ഭാഗങ്ങൾ അതാത് റിപ്പയർ ചെയ്യുന്നിടത്ത് പോയി നേരിട്ട് ചെയ്യാവുന്നതാണ്. അത്തരം പുറത്തുപോയി റിപ്പയർ ചെയ്യേണ്ട ഘടകങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്നും അഴിച്ചു മേടിച്ച് സ്വയം ചെയ്താൽ നല്ലൊരു കമ്മീഷൻ തുക ലാഭിക്കാവുന്നതാണ്.
ഓർക്കുക, അല്പസമയം കുറച്ച് സ്മാർട്ടായി ചിന്തിച്ചാൽ പ്രളയത്തിൽ മുങ്ങിയ വാഹനത്തെ വലിയ തുക മുടക്കാതെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ച വാഹനങ്ങളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്.